എല്ലാവർക്കും ഈന്തപ്പഴം ഇഷ്ടമാണല്ലോ അല്ലേ? എല്ലാവരും കഴിക്കാറുണ്ട് എന്നറിയാം. എന്നാൽ ഈന്തപ്പഴം എങ്ങനെ ഉണ്ടാകുന്നു, എവിടെ ഉണ്ടാകുന്നു, അതിൻ്റെ വിളവെടുപ്പൊക്കെ ഒരു കൗതുക കാഴ്ചയാവും. അറേബ്യൻ നാടുകളിൽ ഇപ്പോൾ അത് ഈന്തപ്പഴ വിളവെടുപ്പിൻ്റെ കാലമെന്നാണ് അരുൺ പാറാട്ട്, നമ്മുടെ UAE പ്രതിനിധി, പറയുന്നത്. മസാഫയിലെ ഈന്തപ്പനത്തോട്ടത്തിലെ കാഴ്ചകൾ കാണാൻ നമുക്കൊന്ന് അരുണിൻ്റെ കൂടെ പോയിട്ട് വരാം. അപ്പോൾ ആ പഴുത്തു തൊടുത്ത ഈന്തപ്പഴ കാഴ്ചകളിലേക്ക്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഫലവർഗ്ഗങ്ങളിൽ ഒന്നും അതോടൊപ്പം തന്നെ ഏറ്റവും മധുരമുള്ള ഫലവർഗ്ഗങ്ങളിൽ ഒന്നുമാണ് ഈത്തപ്പഴം. മരുഭൂമിയിൽ ഇത് ഈത്തപ്പഴത്തിൻ്റെ വിളവെടുപ്പ് കാലമാണ്. ചൂടുകാലത്താണ് ഈത്തപ്പഴം വിളവെടുപ്പിനായി സജ്ജമാക്കുക. ഈ ഈത്തപ്പഴം വിളഞ്ഞു നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആ കാഴ്ച കാണിച്ചു തരാനാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര ചെയ്യുന്നത്. പോകാം. BC 6000 മുതൽ തന്നെ ഈജിപ്തിലെയും ഇറാഖിലെയും ഒക്കെ പ്രധാന വിളകളിൽ ഒന്നായിരുന്നു ഈത്തപ്പഴം എന്നാണ് ചരിത്രം പറയുന്നത്. ഇപ്പോഴിവിടെ 45 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട്. ഈ കനത്ത ചൂടാണ് ഈത്തപ്പഴത്തിന് വേണ്ടത്. ഇപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ വിളവെടുപ്പ് കാലമാണ്. അത്തരത്തിലുള്ളൊരു ഫാമിലേക്കാണ് നമ്മളുടെ യാത്ര. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഈത്തപ്പന ഫാം. ഇത്തരത്തിലുള്ള നിരവധി ഫാമുകൾ UAEയുടെ വിവിധയിടങ്ങളിലുണ്ട്. അത്തരത്തിലൊരു ഫാം എങ്ങനെയായിരിക്കും, അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും ഭായ്. ഈന്തപ്പന കൃഷി വടക്കൻ ആഫ്രിക്കയിൽ നിന്നും പടിഞ്ഞാറൻ ഏഷ്യയിൽ നിന്നുമെല്ലാം അറേബ്യൻ മണലാരണ്യത്തിലെത്തിയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞുവെന്നാണ് ചരിത്ര രേഖകൾ. ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ഈന്തപ്പനയുടെ വിളവെടുപ്പ് ഗൾഫ് രാജ്യങ്ങളിൽ തകൃതിയായി നടക്കുകയാണ്. പലയിടങ്ങളിലും ഈന്തപ്പഴ ഉത്സവങ്ങൾക്കും ഈ സമയം വേദിയാകാറുണ്ട്. ഇത്തരത്തിലുള്ള കിലോമീറ്ററുകൾ നീളമുള്ള ഫാമുകൾ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ കാണാം, കൃത്യമായി പരിപാലിക്കുന്നവ. പൂവിട്ട് വരുമ്പോൾ തന്നെ നബാത്ത് എന്ന് സംബന്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ പരാഗണം, അതിന് വേറൊരു ഇത് കൊടുത്തിട്ട് നമ്മളെ പൂക്കൊല വന്ന് കൊടുന്ന് വെച്ചതിൻ്റെ ശേഷമാണ് ഇത് ആകുന്നത്. അത് കഴിഞ്ഞ് ഒരു മാസം ആകുമ്പോൾ ഇതിന് പിന്നെ കവറിട്ട് വെക്കും, പിന്നെ പ്രാണികളെ ഇതൊന്നും ഇല്ലാതിരിക്കാൻ. അത് കഴിഞ്ഞ് ആണ് പഴുത്ത് വരുന്നത്. ആ സമയത്താണ് കട്ട് ചെയ്ത് ഇറക്കുന്നത്. 6 മാസം പകുതിയാകുമ്പോഴാണ് സീസൺ സ്റ്റാർട്ട് ചെയ്യൽ. അവിടെ UAEൻ്റെ ആണ് ഫസ്റ്റ് ആവുക. UAEൻ്റെ ഫസ്റ്റ് ആയിട്ട് 2 മാസം ഒരു 1.5 മാസം ഉണ്ടാവും ഫസ്റ്റ് ഉള്ളത്. അത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ പുറത്തുനിന്ന് വരുന്ന ഐറ്റംസ് 50ഓളം ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഇവർ ഈ തോട്ടത്തിലൊക്കെ ഒരു 8 ഐറ്റംസ് ആണുള്ളത്. അത് ഫസ്റ്റ് UAEൻ്റെതാവും. അത് കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് കഴിയും. പിന്നെ ഓരോരോ മാസമായി ഇപ്പോൾ നവംബർ വരെ സീസണാണ്. شهر 20 يوم بعد يجي أنوان، بعد يجي شفلقة، يجي أشهل، يجي أبو كيبال، يجي أبو صحون. هذا مال أول. وخنيزي عقب يجي خنيزي، بعد خلاص شوي يجي خنيزي، عقب يجي مال لولو، هي هلالي، قدام كل شيء شوي ورا. ഫാമിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ ഈ അർബാബിനൊപ്പം സദാ തയ്യാറായ തൊഴിലാളികളും ഉണ്ടാകും. ये तो हम लोग का जरिया है. ये खजूर का चार है 5 नमूना का. कभी पानी छोड़ेगा, बाद में खजूर का मौसम आएगा, नबात लगाएगा. नबात का बाद में आदमी नीचे करेगा. नीचे करते बाद में कीस डालते, बाद में मूदू निकालते. मूदू का बाद में पक्का होते ना अरतब आते, बाद में अरतब करते आदमी लोग खाते. बाद में खाना का बाद पक्का होते हम लोग करते, पारस रखते ऊपर. बाद में सूखा होते, बाद में बूरी डालते. बाद में बकरी का हम लोग. ഇത്തരത്തിൽ ഓരോ ഈന്തപ്പനയെയും പ്രത്യേകം പരിപാലിച്ചാണ് ഇവിടെ വളർത്തുന്നത്. പരാഗണം ഉൾപ്പെടെ സസൂക്ഷ്മം ക്രമീകരിച്ച് ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കാൻ വലിയ സംവിധാനങ്ങളടക്കം സജ്ജീകരിച്ചാണ് ഓരോ ഫാമുകളും പ്രവർത്തിക്കുന്നത്.
ഈ ടാങ്കിൽ നിന്നാണ് ഈ ഒരു കൃഷിയിടത്തിലേക്ക് വേണ്ട മുഴുവൻ വെള്ളവും എത്തിക്കുന്നത്. ഇത് 4 കുഴൽക്കിണറുകളുണ്ട് ഈ ഒരു ഭാഗത്ത്. ഈ 4 കുഴൽക്കിണറുകളിൽ നിന്നുമാണ് ഇതിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ഇതിൽ നിന്ന് ഈ വെള്ളം ഇത്തരത്തിലുള്ള ഓവുചാലുകളിലൂടെ, ഇത് ഒരു പാരമ്പര്യ ഓവുചാൽ സംവിധാനമാണ്. ഇതിൻ്റെ പേര് ഫലജ് എന്നാണ്. നൂറ്റാണ്ടുകളായി ഇവിടെയുള്ള ആളുകൾ കൃഷിക്ക് വെള്ളം എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള സംവിധാനത്തിലൂടെ. ഇതിന് ഫലജ് എന്നാണ് പറയുന്നത്. ഈ ഫലജു വഴി ഓരോ ഈന്തപ്പനകൾക്കും ആവശ്യമായ വെള്ളം എത്തിക്കും. കിലോമീറ്ററുകളോളം ദൂരം ഈ സംവിധാനത്തിലൂടെ വെള്ളം എത്തിക്കാനാകുമെന്നതാണ് പ്രത്യേകത. ഫാമിൻ്റെ ഒരു ഭാഗത്ത് നല്ല ഈത്തപ്പഴത്തിൻ്റെ മണം ലഭിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാ. ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് നേരത്തെ നമ്മളോട് സംസാരിച്ച ചാച്ചയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് മനുഷ്യർക്ക് കഴിക്കാനുള്ളതല്ല, ഇത് ഇവിടെയുള്ള ഈ ഫാമിലുള്ള പശുക്കൾക്കൊക്കെ ഈ തണുപ്പ് കാലമായാൽ കഴിക്കാനുള്ളതാണെന്ന്. അത് കഴിക്കാൻ കൊടുത്താൽ നല്ല പാല് കിട്ടുന്നതാണ് ഈ ചാച്ച പറഞ്ഞത്. അൻപതിലധികം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ഈന്തപ്പഴങ്ങളാണ് ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഫാമുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. തണുപ്പുകാലമായി കഴിഞ്ഞാൽ ഈന്തപ്പഴ ഉൽപ്പാദനം ഏകദേശം അവസാനിക്കും. പിന്നെ അടുത്ത വേനൽക്കാലത്തായിരിക്കും ഈന്തപ്പഴ ഉൽപ്പാദനം നടക്കുക. അപ്പോൾ ഇത്തരം ഫാമുകളിലെ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ മറ്റ് കൃഷികൾ, അതായത് മല്ലി തുടങ്ങിയിട്ടുള്ള ചെറിയ ചെടിവർഗ്ഗങ്ങളെല്ലാം തന്നെ കൃഷി ചെയ്യാനായി ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഈ ഫാമിലും ആരംഭിച്ചു കഴിഞ്ഞു. നഗര തിരക്കുകളിൽ നിന്നെല്ലാം മാറി ഇത്തരത്തിലുള്ള മനോഹരമായ ഫാമുകളിലേക്ക് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവരും ഏറെയാണ്. മസാഫിയിൽ നിന്നും ശരചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. അപ്പോൾ ഏതായാലും ഒരു വെറൈറ്റി കാഴ്ചയായിരുന്നു. അവിടുത്തെ പശുക്കളുടെ ഒരു ഭാഗം ഈന്തപ്പഴമൊക്കെയാണ് ഞാൻ കഴിക്കുക. അപ്പോൾ റീന ചോദിക്കുന്നുണ്ട് എന്താണ് അറബിയിൽ പറഞ്ഞത്, മാഫി മുഷ്കിൽ, എനിക്കും അറിയില്ല.